ഈ ചേട്ടന് വെള്ളമുണ്ടിന് വേറെ വല്ല പാന്റോ ജീൻസ് ഇട്ടാ പോരെ? ഇത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇത് എങ്ങനെ ഞാൻ വെളുപ്പിക്കുന്നത്? നീ തുണിയൊക്കെ അലക്കോ? ഞാൻ നിന്നെ പോലെ അലക്കും കുളിയിലാണ്ട് നടക്കണതല്ല. ഒയ്യോ, ഇവക്ക് ഒരു മാറ്റമല്ല, എപ്പോഴും തമാശ. തമാശതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പണ്ട് നീ കുറെ കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകാശിയുടെ പെങ്ങളായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ്. അല്ലെങ്കിൽ നീ എന്നെ പുളുത്തു പോടെ കിടന്നു. അല്ലേലും ഉണ്ടല്ലോ, ഈ പുറമേ ധൈര്യം കാണിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉള്ളിൽ പാവായിരിക്കും. അതിന് നീ എന്റെ ധീരത നടക്കാവുന്നതാ. നീ സൂക്ഷിക്കണം, നല്ലതാണ് കേട്ടോ. എന്തിന്? നാട്ടിൽ കൊള്ളക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പേടിയില്ല കൊള്ളക്കാരെ, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്റെ മുന്നിലുണ്ടല്ലോ. അലക്ക് നന്നായിട്ട് അലക്ക്. ഞാൻ തമാശ പറയാറില്ല, കാര്യം മാത്രം പറയാറില്ല. അത് മനസ്സിലായി. എടിച്ചരുതേ, ഞാൻ സഞ്ജുവിനെ കണ്ടോടി. ഞാൻ കണ്ടില്ല മേ. അവൻ എവിടെ പോയി? അല്ല, പ്രകാശിന്റെ അമ്മ എന്തിനാണ് കുറെ നേരമല്ല ഈ സഞ്ജുവിനെ അന്വേഷിച്ച് നടക്കണം? അല്ല, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കണ? പ്രകാശിയെ കാണാൻ വേണ്ടി വന്നു. ആ, പ്രകാശ കാണണ്ട, പോയേ. ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ചു. ചായ? എവിടുന്ന് ചായ? എടാ നീ ചായ കുടിക്കാൻ നിൽക്കണോ? എന്ത് തള്ളേടി? എന്താടാ നീ പറഞ്ഞ? എന്താ പറഞ്ഞ? അല്ല, 5:30 ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് പോണെന്ന് പറയാറുണ്ട്. ആ, എന്നാ എളുപ്പം വിട്ടോ. ആ, പോയി സ്ഥലം കളിയാക്കടാ. പോ. ഡീ, നീ അവനെ ശ്രദ്ധിച്ചോണം, അവൻ ആളത്ര ശരിയല്ല. എനിക്കറിഞ്ഞൂടെ? നിനക്ക് അറിഞ്ഞ പോരാ, ശ്രദ്ധിച്ചാ നിനക്ക് നല്ല. ഞാനവിടെ ഉണ്ടാകുന്നില്ല, അവൻ ഇവിടെ ഒന്നും വേണ്ടിയില്ല. എടാ നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്ന? അറിഞ്ഞോ? അവളോട് ബൈ പറയാൻ മറന്നു പോയി. അവളോട് തന്നെ നീ ബൈ പറയുന്ന? ക്ലാസ്മേറ്റ് അല്ല അമ്മ. അത് പണ്ട്, ഇപ്പം ബൈ ഒന്നും വേണ്ട കേട്ടോ. അല്ലൊരു ബൈ കൊടുത്തേക്കാം. ബൈ. സൂക്ഷിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ കൊള്ളക്കാര സംഭവം. എനിക്ക് പണിയൊന്നുമില്ല, ആരും പോയാടുന്നു പറഞ്ഞോളൂ. നീ പിന്നെന്തിനാടി അവനോട് ബൈ കൊടുക്കാൻ പോയത്? അല്ല, ഒരാള് വരുമ്പോ സംസാരിക്കുമ്പോ അത് ശരിയല്ല, അവനെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇങ്ങോട്ട് വന്ന് മിണ്ടുമ്പോൾ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പോട്ടെ അമ്മ, വിട്ടാളാ. വിട്ടുകളയാൻ ഞാനാ സഞ്ജുവിനെ ഒന്ന് തപ്പിട്ട് വരട്ടെ. എടാ സഞ്ജുവേ, ഈ ചെറുക്ക എവിടെ പോയി കിടക്കുവാ? ആ, നീ ഇവിടെ വന്ന എന്താടാ ഇരിക്കുന്നു? പിന്നെ അവിടെ പോയിരിക്കാനെ. എന്തു പറ്റി മക്കളെ? അച്ഛമ്മയുടെ മോൻ ചുമ്മാ എന്നെ തല്ലി. ആര്? അവനോ? പ്രകാശനോ? ആ, അച്ഛൻ തന്നെ. ഒരു കാര്യമില്ല, ചുമ്മാ തല്ലിയിട്ട് പോയി. സാരമില്ലടാ, ഞാൻ അവനോട് ചോദിക്കാം. ചോദിച്ചാൽ മാത്രം പോരാ, എനിക്ക് കിട്ടിയ കൊടുക്കാൻ വേണം. നല്ല അടി വെച്ച് കൊടുത്തോളാം അച്ഛമ്മ, എന്തേ കേട്ടോ. ആ പിന്നെ മക്കളെ, ആ വിമലയുടെ പെൺകൊച്ചിനെ കാണാൻ എങ്ങനെയുണ്ട്? ആ കൊച്ചുമോളെ കാണാൻ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അപ്പോൾ അവളുടെ കേസൊക്കെ വിട്ടു. അച്ഛമ്മക്ക് ഇഷ്ടമല്ലോ, അതുകൊണ്ട്. വിടരുത്, നീ അവളെ തന്നെ അങ്ങ് പ്രേമിച്ചോടാ. പിന്നല്ലേ, അവളെ പ്രേമിക്കാനാ? പ്രേമിച്ചോ? ശരിക്കും? പിന്നെ അച്ഛമ്മക്ക് സമ്മതമാടാ. അപ്പൊ അച്ഛമ്മ മറ്റേ വിമല മൂമ്മ തമ്മിലുള്ള വിഷയമൊക്കെ മാറിയാ? ഓ, മാറിയിട്ടൊന്നുമില്ല. ആ, അതൊക്കെ പോട്ടെ, നീ എന്നാലും വേണ്ടില്ല അവളെ അങ്ങോട്ട് വളച്ചോ. ശരിക്കും? പിന്നെ അച്ഛമ്മക്ക് 100 വട്ടം സമ്മതാടാ. അവളാണെ കാണുന്നില്ല സുന്ദരി അച്ഛമ്മ. ആണോ? ആ, സുന്ദരി അല്ലെങ്കിലും ഒന്നും വേണ്ടില്ല. നീ എന്റെ മോൻ അവളെ അങ്ങ് പ്രേമിച്ചങ്ങോട്ട് വളച്ചെടുക്കണം ചക്കരമുത്തേ. പിന്നെ പക്ഷെ ഉണ്ടല്ലോ, അവൾ ഇടുന്ന നോക്കാൻ നല്ല സൂപ്പർ ഡ്രസ്സൊക്കെയാ, ഫുൾ അമേരിക്കൻ മേഡ്. ഞാൻ ചുമ്മാ ഇതൊക്കെ ആയിട്ട് അവളൊന്നും വളർത്തുന്നു. എന്റെ മോൻ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛമ്മ മേടിച്ചു തരാൻ മോന് നല്ല ഒന്നാന്തര ഡ്രസ്സ്. ശരിക്കും? പിന്നെ എടാ, ഡ്രസ്സ് മാത്രമല്ല, എന്റെ കുഞ്ഞിന് നല്ല ഷൂ മേടിച്ചു തരാം. പൊന്നു മോനല്ലേടാ. അവളെ ഞാൻ ശരിക്കും വളയ്ക്കും. ആ മിടുക്കൻ, എന്റെ ചക്കരമുട്ട്. എങ്ങനെയാ വളയ്ക്കേണ്ടെന്ന് നിനക്കറിയോ? എനിക്കറിയാം, പക്ഷെ അച്ഛമ്മയ്ക്ക് അറിയാലോ. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ വളയ്ക്കും. എല്ലാ സീക്രട്ടും അച്ഛമ്മ എന്റെ പോലെ പഠിപ്പിക്കാം. നീ വളച്ചെടുക്കണം കേട്ടോ. വളച്ചൊടിക്കും. ഓടിക്കും. എപ്പോഴും അവിടെയൊക്കെ പോയി നിന്ന് ഷൂളപ്പാട്ടൊക്കെ പാടി ഞാൻ എന്നാ പോയി ഹായ് അയച്ചിട്ട് വരാം. ആ, ഹായ് അയച്ചിട്ട് അവള് റിപ്ലൈ എന്താന്ന് എന്നോട് പറയണം കേട്ടോ. എടി വിമലേ, നിന്റെ കൊച്ചുമോള് എന്റെ കൊച്ചുമോനെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. അപ്പൊ ഞാൻ അവനെ കൊണ്ട് പറയിക്കും എനിക്ക് അവളെ ഇഷ്ടമല്ല. എങ്ങനെ ഇരിക്കും? നമുക്കുള്ള പണി എങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക.